പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ TB, ഗ്ലോക്കോമ ബോധവൽക്കരണ ക്ലാസുകളും രോഗനിർണയ ക്യാമ്പും നടന്നു. ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് ഉപകരണങ്ങളും വിതരണം ചെയ്തു. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. TB അവബോധം, ഗ്ലോക്കോമ ബോധവൽക്കരണം എന്നിവയിലാണ് പ്രധാനമായും ക്ലാസുകൾ നടന്നത്. ക്യാമ്പുകളുടെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ നിർവഹിച്ചു. ചിലപ്പോൾ ബിൽഡിംഗ് കുടിപ്പണികൾ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഡെവലപ്മെന്റ് വരുന്നത് നാലാമത്തെ ലാബിലേക്ക് അദ്ദേഹം ഏറ്റവും ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള പുതിയ മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടായിട്ടുള്ള മെഷീൻ വരും. അതോടുകൂടി കുറേ സെമി ഓട്ടോമാറ്റിക് മെഷീൻ വേണ്ട ഫുൾ പ്രത്യേകിച്ച് പഞ്ചായത്തുകാർ ചോദിക്കണമൊക്കെ ചെയ്തു തരണം. അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോ ഈ TBനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രമേശ് ഉണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വന്നിട്ടുണ്ട്, മോഹൻരാജൻ. മോഹൻരാജന്റെ പേര് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇവിടെ നമ്മൾ ഇന്ന് നമ്മുടെ പാലിയേറ്റീവിന്റെ പേഷ്യൻസിന് കിറ്റുകൾ കൊടുക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊടുമ്പോൾ അദ്ദേഹം എന്താ പറയാ ഒന്നും നോക്കിയില്ല. അത് 27 കിറ്റുകളുണ്ട്. ഇതിന് 30 ചാടിയാണ് പറഞ്ഞത്. അതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ സൈറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു. എവിടേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ എന്താ പറയുക സാമാന്യ ലാളിത്യത്തോട് കൂടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൊണ്ടാഴിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ പാലിയേറ്റീവുകാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കിറ്റുകൾ തന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി TB യൂണിറ്റ് ഹെൽത്ത് വിസിറ്റർ രമേശ് AS, പഴയന്നൂർ ബ്ലോക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് കിഷോർ TK എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പിന്നെ എരുമപ്പെട്ടിയിലും പിന്നെ പഴയനൂരും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് TB മുക്ത് പഞ്ചായത്ത് മെയിനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്. ഒരു 1000 പീപ്പിളിന്റെ 30 ടെസ്റ്റെങ്കിലും പ്രിസംപ്റ്റീവ് TB ടെസ്റ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ മുഖാന്തരം നടക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ആ റൂം നിങ്ങൾക്ക് അറിയാം, ഓരോ പേഷ്യന്റ് വീടും ഓരോ ഹൗസും എല്ലാം നിങ്ങൾക്ക് അറിയാം, ഓരോരോ പേഷ്യന്റ് എവിടെയാണ് കിടക്കുന്നത് അറിയാം. അപ്പം സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് പ്രിസംപ്റ്റീവ് TB ആയിട്ടുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ട്രൂനാറ്റ് മുഖാന്തരം. അപ്പം ട്രൂനാറ്റ് മുഖാന്തരമാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ എക്സ്റേ കൂടി നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ആ രണ്ടും കൂടി നമുക്ക് നോക്കുമ്പോൾ 30 മേലെ വരും എങ്ങനെ പറയും. അപ്പം TB മുക്ത് പഞ്ചായത്തിന് വേണ്ടി പ്രധാനമായിട്ടും ചെയ്യുന്നത് 30 ടെസ്റ്റാണ് ചെയ്യുന്നത് പ്രിസംപ്റ്റീവ് ആയിട്ട്. അത് നമുക്ക് ഈസി ആയിട്ട് കിടക്കാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റ് സാധിച്ചു. ചടങ്ങിൽ വെച്ച് പാലിയേറ്റീവ് രോഗികൾക്കായുള്ള വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. മോഹൻരാജ് ചേലക്കര സ്പോൺസർ ചെയ്ത കിറ്റുകൾ, ഒറ്റപ്പാലം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകിയ വീൽ ചെയറുകൾ, ഡോക്ടർ സതീഷ് പരമേശ്വരൻ നൽകിയ വാക്കർ എന്നിവ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T. അഭിറാം, ഹെൽത്ത് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഇങ്ങനെ ആയാലും ഇതുമായി ലക്ഷ്യമുള്ളത് ഞങ്ങളുടെ തുറന്നു കൊടുക്കലാണ്. ഈ രീതിയിൽ ഇത് കഴിഞ്ഞ സന്തോഷമായ അവസരമാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ പാലിയേറ്റീവ് രോഗികൾക്കിലേക്ക് ഇട്ട് സ്പോൺസർ ചെയ്ത സ്പോൺസറുകൾക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് എല്ലാവരും രേഖപ്പെടുത്തി കൊടുക്കുന്നു. ഈ സ്ഥാപനം നല്ല രീതിയിൽ വികസനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആശാ വർക്കർമാരും ആരോഗ്യ കേന്ദ്രം ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. അന്തരിക്കുള്ള കാരണങ്ങളിൽ 2ാം സ്ഥാനം ലോകം, ഏറ്റവും ആദ്യ സ്ഥാനത്ത് എല്ലാവർക്കും അറിയാം. ഏത് കാരണമാണ് ഇപ്പോൾ കാഴ്ചപ്പാടുണ്ടാവുന്നത്? തിമിരം അല്ലേ? തിമിരമാണ് 1ാം സ്ഥാനത്ത്. അത് കഴിഞ്ഞ 2ാം സ്ഥാനം ഗ്ലോക്കോമയ്ക്കാണ്. പക്ഷേ തിമിരത്തെ അപേക്ഷിച്ച് ഗ്ലോക്കോമ കുറച്ചുകൂടെ പ്രശ്നമാണ്. കാരണം തിമിരം 100% കാഴ്ച കുറഞ്ഞാലും ചെറിയൊരു സർജറി നിന്നിട്ടുന്ന ചെറിയ സർജറിയിലൂടെ കാഴ്ച പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഗ്ലോക്കോമ അങ്ങനെയല്ല. ഗ്ലോക്കോമ ഒന്നാമത് രോഗിക്ക് മനസ്സിലാവാൻ തന്നെ
കാഴ്ചപ്പാടുകൊണ്ട് മനസ്സിലാവുന്ന സമയമെടുക്കുക. ഏതാണ്ട് പകുതിയോളം കഷ്ടപ്പെട്ടാണോ ഈ മിക്കവാറും എനിക്ക് കാഴ്ച കുറയുന്നുണ്ടല്ലോ എന്ന് അറിയുന്നത്. അതാണ് അതിലേക്ക് വേണ്ട കാര്യം. CCV ന്യൂസ് കൊണ്ടാഴി.